ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരും പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നു വരുന്നവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ അവരുടെ സ്വയം പരിശ്രമത്താൽ ജീവിത വിജയം നേടുന്നവരാണ്. കാഴ്ചപ്പാടിൽ വളരെ ശാന്തശീലരാണ് ഈ നക്ഷത്രക്കാർ എന്ന് തോന്നുമെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർക്ക് നിർബന്ധശീലമുള്ളവരാണ്. അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്ക് പൊതുവെ ഇഷ്ടമാകാറില്ല. എന്നാലോ താൻ സ്നേഹിക്കുന്നവരുടെ ഏതൊരു വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ. 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് 7.5 കൊല്ലത്തെ 7.5 ശനിയുടേതായിട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറിയെങ്കിലും ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6-ാം ഭാവമായിട്ടുള്ള അനിഷ്ടസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് രാഹുവിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതി മൂലവും വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ക്ഷമാശീലത്തോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയത്തിനുള്ളിൽ. ഇനി വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ അനുകൂല സ്ഥിതിയും മൂലവും ദൈനംദിന ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലോ അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ദർശനം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്.